ഈ CBI ഓഫീസർ സേതുരാമയ്യർ സർ. ഗണേശ ഇങ്ങോട്ട് പോരെ, ഇത് തന്നെ സ്ഥലം. അയ്യർ സാർ മോസ്റ്റ് റെസ്പെക്റ്റഡ് ഓഫീസറാണ്. ഫസ്റ്റ് അസൈൻമെന്റ് അദ്ദേഹത്തോടൊപ്പം കിട്ടിയത് തന്റെ ഭാഗ്യം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗണേഷ് ഇപ്പൊ പ്രൊബേഷനില്ല. സ്വന്തം സ്ഥലം തിരുവനന്തപുരത്താണ് സർ. അച്ഛൻ പത്മനാഭൻ LIC ഡിവിഷണൽ ഓഫീസർ. അമ്മ ശ്രീലക്ഷ്മി ഹൗസ് വൈഫ്. അനിയത്തി ഗൗരി ഫസ്റ്റ് ഇയർ BA വിമൻസ് കോളേജിൽ പഠിക്കുന്നു സർ. സാമിക്കുട്ടിയാ? സാമിക്കുട്ടിയല്ല, നല്ല സിൻസിയർ ആയിട്ട് ജോലി ചെയ്യുന്ന കുട്ടിയാണ് എനിക്കിഷ്ടം. ചാക്കോ, മീശ പിരിച്ചു വെച്ചിരുന്നല്ലയോ? വേണ്ട, പിരിക്കാറാവുമ്പം പറയാം. അതാ മുറി ചെന്നാ. ഹലോ, ഐ എം രശ്മി. ഹായ്. സേതുരാമയ്യരുടെ നീസ്. BBM സെക്കൻഡ് സെമസ്റ്റർ കഴിഞ്ഞു. ആർ യു ഫ്രം CBI? യാ. കാണാൻ ഹാർഡ്വെയർ ലുക്ക് ഒന്നും ഇല്ലല്ലോ. വെരി സോഫ്റ്റ്. today onwards we are on the game. Let's wish good luck ourselves. വഴി കറക്റ്റാണോ? കുറെ വർഷമായില്ലേ, ഏതായാലും ഒന്ന് ചോദിച്ചേക്കാം. ഈ ഇരണിയല്ലേക്കുള്ള വഴി നേരെ പോയി ലെഫ്റ്റിലോട്ട്. ഇരണിയൽ വീട്, 5 കൊലപാതകങ്ങൾ നടന്ന സ്ഥലം. ഇവിടെ ഇപ്പോൾ ആരെങ്കിലും താമസമുണ്ടോ, ഉണ്ടെങ്കിൽ ആര്, തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്യണം. ആർക്കും സംശയം തോന്നരുത്. സർ. സാറേ, കേരള ഭാഗ്യക്കുറി ഒന്നെടുക്കട്ടെ. സാർ, ഒരു ഭാഗ്യക്കുറി. ഈ ന്യൂസ് സ്പ്രെഡ് ചെയ്യുന്ന ആൾക്കാരാ. ഞാനൊന്ന് പിരിച്ചു വിടട്ടെ. ഈശോയ്ക്ക് സ്തുതി. ആരാ? മനസ്സിലായില്ലേ? ഭൂട്ടാൻ, സിക്കിം, കേരള സംസ്ഥാന ഭാഗ്യക്കുറികൾ. ഗുജറാത്ത് ബമ്പർ. നാളെ 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 നാളെയല്ല മറ്റന്നാൾ, അതിന്റെ പിറ്റന്നാൾ. സാറാരാ? ഈ ഭാഗത്ത് എവിടെയല്ലയോ ഒരു വീട് കൊള്ളയടിച്ച് 3-4 പേരെ കൊന്നത്? അതിന്റെ മുറ്റത്തല്ലേ സാറ് നിൽക്കുന്നത്? ഇത് തന്നെ വീട്. ഓ, ഈ വീട്ടിലെ ആരാ? ഈ വീട്ടിലെ ആരുമല്ല, ഇതിന്റെ അടുത്ത വീട്ടിലാ പോണ്ടത്. ഈ വീടാണ് അടയാളം പറഞ്ഞത്. 3-4 പേരെ കൊന്ന വീടല്ലയോ ഇത്? എന്നാ പറഞ്ഞ കീറട്ടെ. ഇപ്പൊ കീറ. പിന്നെ എപ്പ കീറണം? കീറാറാവുമ്പം പറയാം. ഓ, പറയണേ. ഓ, പറയാൻ ജീവിച്ചിരുന്നിട്ട് പോലെ. കേരള ഭാഗ്യക്കുറികൾ, സംസ്ഥാന ഭാഗ്യക്കുറികൾ. ഈ വേഷത്തിലാവുമ്പോ ആരും സംശയിക്കില്ലല്ലോ. മനസ്സിലാക്കി തരാം. താൻ എന്തിനാടോ കള്ളം പറഞ്ഞത്? ഈ വീട്ടിലേക്കല്ല, അടുത്ത വീട്ടിലേക്കാണ് ഈ വീടൊരു അടയാളം എന്നൊക്കെ പറഞ്ഞിട്ട് താൻ എന്തിനാടോ ഈ വീടിന്റെ തിണ്ണേ കയറി നിറങ്ങുന്നത്? അല്ല, ഈ വീട്ടിലേക്കല്ല വന്നത്, അടുത്ത വീട്ടിലേക്കാ വന്നത്. പണ്ട് ഈ വീട്ടിൽ നിന്ന് ആ വീട്ടിലേക്ക് വരുന്നു, ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് ആ വീട്ടിലേക്ക്. ആ വീട് ഈ വീട് ചിന്ന വീട്.
തന്നെ കണ്ടാ തന്നെ അറിയാലോ കള്ളനാണെന്ന്. മകളെല്ലാം ഒന്ന് നോക്കി വെക്കുക. രാത്രി ആവുമ്പോ എല്ലാത്തിനും തട്ടിക്കളയാ. കള്ള കള്ള അനാവശ്യം പറഞ്ഞാലുണ്ടോ? അനാവശ്യം പറഞ്ഞാൽ താൻ എന്നെ മൂക്കിൽ ഇത് വലിച്ചു. വലിയ കോടാലി ആയല്ലോ. കോടാലിയല്ലോ പിക്കാസ്. കള്ളൻ 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 വരുന്ന കള്ളൻ. ഞാൻ എല്ലാവരും വിളിച്ചു കൂട്ടുപ്പാ. തന്റെ തൊലി വിരിച്ചിട്ട് ഞാൻ ഇവിടുന്ന് വിടുന്നു. ലോട്ടറി ടിക്കറ്റ് എടുക്കേണ്ടി വന്നോ? ഇല്ല സാർ, അല്ലാതെ തന്നെ മാരേജ് ചെയ്തു. വലിയ പാരയായി പോയി. ഇനി നാദാമംഗലത്തേക്ക് ഇരട്ടക്കൊലപാതകം നടന്ന വീട് മാണിക്കുഞ്ഞിന്റെ വീട്. യെസ്. ഇവിടെ നാദാമംഗലത്തേക്കുള്ള ദൂരം, എടുക്കുന്ന സമയം എല്ലാം കൃത്യമായി നോട്ട് ചെയ്യണം. സർ 6432 സ്റ്റാർട്ടിംഗ് ടൈം 10:30 സർ. റിട്ടേൺ ചില്ലറയില്ല. 10-നുണ്ടോ? ആ താ. മുമ്പ് ഇവിടെ കടത്തായിരുന്നു. ബ്രിഡ്ജ് അടുത്ത കാലത്താ വന്നെന്ന് തോന്നുന്നു. അന്ന് ബാലഗോപാൽ സാറിന്റെ കൂടെ വന്നപ്പോൾ കടത്ത് കിടക്കാതെ കുറെ ചുറ്റിയാ ഞങ്ങൾ പോയത്, ഞാൻ ഓർക്കുന്നു. നാരായണന്റെ കൊലപാതകം CBI കൊണ്ട് അന്വേഷിപ്പിക്കുക ജനകീയ സമിതി. ഇത് ഏത് നാരായണൻ? എന്താ സംഭവം? എനിക്കറിയില്ല, ഇങ്ങനൊരു സംഭവം ഞാൻ കേട്ടിട്ടേ ഇല്ല. ഇപ്പോൾ നാട്ടിൽ എന്ത് നടന്നാലും CBI ഒരു മസ്റ്റാണ്. ഇതേതെങ്കിലും ലോക്കൽ സംഭവമായിരിക്കും. ആളുകൾ അത് നോട്ട് ചെയ്തു സർ. 54 സെക്കൻഡ് ഇവിടെ സ്റ്റേ. മാണിക്കുഞ്ഞിന്റെ വീട് അല്ലേ? അതെ സർ. പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചേക്ക് ആരാ താമസം എന്നൊക്കെ. സർ. പിന്നെ വീടന്വേഷിച്ച് പോയി അബദ്ധത്തിച്ചാടരുത്. ഇല്ല സർ. ആകെ ദൂരം, കവർ ചെയ്യാനെടുത്ത സമയം. ഇപ്പോൾ പറയാം സർ. ആരാ എന്താ? സാറില്ലേ വീട്ടിൽ? ഇല്ല, കല്യാണത്തിൽ പോയി. കല്യാണത്തിൽ പോയി? ആടോ, കല്യാണത്തിൽ പോയിന്ന്. ഓ, നമ്മളാരാ? എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലേ? ഇല്ല. ഞാൻ ഈ വീട്ടിലെ വേലക്കാരിയാ, മറിയക്കുട്ടി. ഓ, കേട്ടിട്ടുണ്ട്. മറിയക്കുട്ടി. എന്താ കാര്യം? മറിയക്കുട്ടി, എന്തോ? ആരാ ഈ വീട്ടിൽ താമസം? കാശ് മുടക്കി വീട് വെച്ചാളോ? അതാരെന്ന് അറിയാതെയാണോ താൻ സാറ് ഈ വീട്ടിലില്ലേ ചോദിച്ചത്? തന്റെ ഒളിഞ്ഞോട്ടെ കണ്ടപ്പോഴേ എനിക്ക് കാര്യം പിടിയിട്ടു. ഞങ്ങളെപ്പോലെ സുന്ദരികളായ വേലക്കാരിയുള്ള വീട്ടില് തന്നെ പോലുള്ള പൂവാലന്മാരുടെ ശല്യങ്ങൾ ഉണ്ടാവുന്നു. കടന്നു പോടാവുന്നു. അയ്യേ, താൻ പോയില്ലേ? ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ഞാൻ അത്തരക്കാരി അല്ല. ഇന്നാകെ കല്ലുകടിയാണല്ലോ. ഇരണിയിൽ നിന്നും നാദാമംഗലത്തേക്ക് കൃത്യം 27 കിലോമീറ്റർ. ഇടക്ക് നിർത്തിയതും മറ്റും കിഴിച്ച് 38 മിനിറ്റ് എടുത്തു നമ്മൾ ഇരണിയിൽ നിന്നും നാദാമംഗലത്തെത്താൻ. അന്ന് റോഡ് ഇതിനേക്കാൾ മോശം. കൂടാതെ രാത്രി 8 മണി കഴിഞ്ഞ് കടത്തില്ലാത്തതുകൊണ്ട് 8-10 കിലോമീറ്റർ കൂടുതൽ യാത്ര ചെയ്താണ് അലക്സ് നാദാമംഗലത്തെത്തിയത്. റൈറ്റ്? അന്ന് ഇത്രയും ദൂരം കവർ ചെയ്യാൻ കുറഞ്ഞ 50 മിനിറ്റെങ്കിലും അലക്സ് എടുത്തു കാണും. ഈ ദൂരവ്യത്യാസവും സമയവ്യത്യാസവും ഏതിലേക്കാണ് സാർ നമ്മളെ ലീഡ് ചെയ്യുന്നത്? ഇരണിയിലെ കൂട്ടക്കൊല ആസ് പെർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അലക്സ് കൃത്യം നടത്തിയത് 1998 സെപ്റ്റംബർ മാസം 8-ാം തീയതി ശനിയാഴ്ച രാത്രി 10-നും 10:15-നും ഇടയ്ക്ക്. കൃത്യത്തിന് ശേഷം 10:15-ന് ഇരണിയിൽ നിന്ന് പുറപ്പെട്ട അലക്സ് മുമ്പ് പറഞ്ഞതുപോലെ 50 മിനിറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നാദാമംഗലത്തെത്തിയത് 11:05-ന്. മാണിക്കുഞ്ഞിന്റെ മരുമകൾ മോസി കൊല്ലപ്പെട്ടത് 11:15-നും 11:30-നും മധ്യേ, അവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം. ആ മോസിയുടെ ആദ്യത്തെ റിപ്പോർട്ടിലും പിന്നീട് കിട്ടിയ ഡീറ്റെയിൽ റിപ്പോർട്ടിലും സമയം സെയിം. പക്ഷേ ആദ്യത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം മാണിക്കുഞ്ഞിന്റെ മരണസമയം 10:30. പിന്നീട് തിരുത്തി രണ്ടാമത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ 11:15-നും 11:30-നും മധ്യേ എന്ന് കാണിച്ചിട്ടുണ്ട്. ഈ വൈരുദ്ധ്യം അന്നേ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ അതൊരു ടെക്നിക്കൽ മിസ്റ്റേക്ക് ആണെന്നുള്ള എക്സ്പ്ലനേഷൻ തുടർന്ന് ഫയൽ ചെയ്തിരുന്നു. കൂടാതെ കേസിന്റെ സമയത്ത് കോടതിയിലും അവരത് വ്യക്തമാക്കിയിരുന്നു. സപ്പോസ് അവരുടെ ആദ്യത്തെ റിപ്പോർട്ടാണ് ശരിയെങ്കിൽ, 10:30-ന് കൃത്യം നടന്നു എന്നുള്ള റിപ്പോർട്ട്. 10:15-ന് ഇരണിയിൽ നിന്ന് പുറപ്പെട്ട് 10:30-ന് 15 മിനിറ്റ് കൊണ്ട് ഒരു കാരണവശാലും നാദാമംഗലത്തെത്താൻ അലക്സിന് കഴിയില്ല. പിന്നെ രണ്ടാമത്തെ റിപ്പോർട്ടിൽ പറയുന്ന സമയമാണ് ശരിയെങ്കിൽ ഒരു സംശയം വേണ്ട, അലക്സ് തന്നെയാണ് മാണിക്കുഞ്ഞിനെ
മറിച്ച് ഫസ്റ്റ് റിപ്പോർട്ടാണ് ശരിയെങ്കിൽ ദാറ്റ് ഇസ് 10:30 എന്നുള്ളത് പ്രശ്നമാണ്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അതൊക്കെ എങ്ങനെ? ബുദ്ധിമുട്ടാണ്. പിന്നെ അവൻ തന്നെ വഴി. ഇവൻ ഏതായാലും ജർമ്മൻ ഷെപ്പേർഡാ, മിടുക്കനാ, ഈയിടെ വന്നത്. നല്ല ബുദ്ധിയവന്. ട്രെയിനിങ് കഴിഞ്ഞാൽ സ്ക്വാഡിലെ നമ്പർ 1. എന്താ ഇവന്റെ പേര്? പേരിട്ടിട്ടില്ല, നല്ല പേരുകളുണ്ട്, പറ. ഒരു ഉഗ്രം പേരുണ്ട്, പറയട്ടെ. സേതുരാമൻ. എന്താ? ബുദ്ധിയുള്ള ഇനമാന്ന് പറഞ്ഞില്ലേ, അപ്പൊ ഈ പേര് നന്നായി ചേരും. സേതു രാമൻ. അല്ല കാവടി, തന്റെ മനസ്സിലിരിപ്പ് കൊള്ളാം. അച്ഛന്റെ മോൻ തന്നെ പോ. അതിലൊരു സംശയവും വേണ്ട, അച്ഛന്റെ മോൻ തന്നെ. അതുകൊണ്ടല്ലേ സേതു രാമൻ. ആ പേരിനോട് എനിക്ക് ഇത്ര പ്രേമം. അത് പോട്ടെ, എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു? പറയാം, അല്പം സ്വകാര്യമാണ്. ഓ, എന്നാ വാ. സ്വകാര്യം എന്ന് പറയുമ്പം താൻ ബേജാറാവുകയൊന്നും വേണ്ട. എന്റെ മനസ്സിലൊരു ഡൗട്ട്, അതൊന്ന് ക്ലിയർ ചെയ്യാനാ. എന്ത് ഡൗട്ട്? കുറെ പഴക്കമുള്ളതാ. വെറുതെ ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിന് കഴിഞ്ഞ ദിവസം ഇരണിയൽ നാദാമംഗലം കൂട്ടക്കൊലയുടെ കേസ് ഡയറി ഞാനൊന്ന് മറിച്ചു നോക്കി. അതിലൊരു കോൺട്രഡിക്ഷൻ കണ്ടു. ഒരാളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മാത്രം ചെറിയ ഒരു സമയ വ്യത്യാസം. മാണിക്കുഞ്ഞിന്റെ റിപ്പോർട്ടിൽ അതൊരു മിസ്റ്റേക്ക് പറ്റിയതാ. സർജൻ എന്റെ എക്സ്പ്ലനേഷൻ തന്നിരുന്നു. ആരായിരുന്നു അന്ന് സർജൻ? എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഡോക്ടർ വിജയലക്ഷ്മി, പോലീസ് സർജൻ. അതെ, ഡോക്ടർ വിജയലക്ഷ്മിയുടെ വീടേതാ? കേക്കാൻ വയ്യ. ഡോക്ടർ വിജയലക്ഷ്മിയുടെ വീടേതാ? പഴയ പോലീസ് സർജൻ. എന്താ പറഞ്ഞ? അത് ഓഫീ. ഈ ഡോക്ടർ വിജയലക്ഷ്മി. ഡോക്ടർ വിജയലക്ഷ്മി ടാക്കീസ് എവിടെയാണ്? ഡോക്ടർ വിജയലക്ഷ്മി ടാക്കീസോ? അങ്ങനെ ഒരു ടാക്കീസ് ഇവിടെ ഇല്ല. ഡോക്ടർ വിജയലക്ഷ്മി ടാക്കീസിൽ നിന്നോട് ആരാടാ പറഞ്ഞ ജോസേ? ഡോക്ടർ വിജയലക്ഷ്മി ടാക്കീസ് ഉണ്ട്. ഡോക്ടർ വിജയലക്ഷ്മിയുടെ വീടും ഞാൻ കാണിച്ചു തരാം, കേട്ടോ? ഇവിടെ നേരെ വടക്കോട്ട് പോയിട്ട് പിന്നെ അവിടെ നേരെ തെക്കോട്ട് വന്നാൽ മതി, കേട്ടോ? നീ ഒന്ന് പോലെ. ഡോക്ടർക്ക് ഭർത്താവില്ല, സത്യം. അവർക്ക് മക്കളുമില്ല, സത്യം. അവരുടെ പൂത്ത കാശുണ്ട്, എൻ്റെ അമ്മ സത്യമായിട്ടും. നമുക്ക് തട്ടിക്കളയാം. ഉള്ള സ്വർണവും പണ്ടോ എല്ലാം കൂടി അടിച്ചെടുക്കാൻ തനിക്ക് അറിയാവോ? അവിടെ നിൽക്കും. എവിടെ പോണു? അയ്യോ, ഈ വണ്ടി എവിടെ നടാ പൊക്കിയത് കള്ള? എടാ ജോസേ, ഒരു ഫ്രൂട്ട് ജ്യൂസ് മതി. പൈസ പിന്നെ തരാം, അല്ലെങ്കിൽ വേണ്ട ഇപ്പൊ തരാം. ലോട്ടറി ടിക്കറ്റോ? ലോട്ടറി ടിക്കറ്റ് 50 ലക്ഷത്തിന് ഗുജറാത്ത് ലോട്ടറിയാ. ഈയിടെ ജോസെ, ഈ 50 ലക്ഷം അടിച്ചാലുണ്ടല്ലോ നിന്റെ ജ്യൂസ് പോകും. ഓസം കൊണ്ട് നടക്കുക, അടിച്ച് പീസായി കളഞ്ഞ. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൺഫ്യൂഷന്റെ കാര്യമൊന്നുമില്ല. ഞാൻ കൊടുത്ത ആദ്യത്തെ റിപ്പോർട്ട് ഇറ്റ് വാസ് എ ടെക്നിക്കൽ മിസ്റ്റേക്ക്. പക്ഷേ അത് ബോധപൂർവമായിരുന്നില്ല. അപ്പോ രണ്ടാമത്തെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന സമയമാണോ ശരി? അതെ, അതുതന്നെയാണ് ശരി. അതുകൊണ്ടാണ് പിന്നീട് സംശയം ഉണ്ടാകേണ്ടെന്ന് കരുതി ഞാൻ തന്നെ എക്സ്പ്ലനേഷൻ കൊടുത്തത്. അതും ഈ ഫയലിലുണ്ടല്ലോ. ഡോക്ടർക്ക് ഇരണിയിൽ ലോനപ്പന്റെ കുടുംബത്തെയോ നാദാമംഗലത്ത് മാണിക്കുഞ്ഞിന്റെ കുടുംബത്തെയോ നേരിട്ട് പരിചയമുണ്ടോ? ഒരു പരിചയമില്ല. അവരുടെ ഡെഡ് ബോഡീസ് പോസ്റ്റ്മോർട്ടം ചെയ്തു, ആ ഒരു ബന്ധമേ ഉള്ളൂ. ആ കേസൊക്കെ തീർന്നിട്ട് ഒരുപാട് കാലമായില്ലേ, ഇപ്പൊ എന്തിനാ ഇങ്ങനെ ഒരു എൻക്വയറി? സോറി, ഇതൊരു എൻക്വയറി ഒന്നും അല്ല ഡോക്ടർ. CBIയുടെ പുതിയ റിക്രൂട്ട്മെന്റ് ബാച്ചിന്റെ ട്രെയിനിങ് ക്ലാസ്സിന് ഈ കേസ് ഒരു റെഫറൻസ് ആണ്. അപ്പോൾ അതിനുള്ള നോട്ട്സ് തയ്യാറാക്കുന്നതിനിടയിലാണ് ഈ വൈരുദ്ധ്യം എൻ്റെ കണ്ണിപ്പെട്ടത്. അതൊന്ന് നേരിട്ട് ക്ലാരിഫൈ ചെയ്യണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. വരട്ടെ. സംസാരം കേട്ടൊരു ഡോക്ടർ ജെനുവിനാണെന്ന് തോന്നുന്നു. സാറിന് എന്ത് തോന്നി? വരട്ടെ, പറയാം. എൻ്റെ പോക്കറ്റ് ഡയറി മറന്നു തോന്നുന്നു. വന്നിരുന്നു. ദേ ഇപ്പൊ പോയതേ ഉള്ളൂ. ഇല്ല, ഞാൻ നന്നായിട്ട് പ്രസന്റ് ചെയ്തത്. സംശയം തോന്നി കാണില്ല. നല്ല പെരുമാറ്റമായിരുന്നു. എന്താ സർ? ഞാൻ എൻ്റെ പോക്കറ്റ് ഡയറി ഇവിടെ വെച്ച് മറന്നുപോയി. അതൊന്ന് എടുത്തോട്ടെന്ന് ചോദിക്കാൻ വന്നതാ. പ്ലീസ്. താങ്ക് യു ഫോർ എവറിത്തിങ്. വരട്ടെ.
എന്താ ഗണേഷ്, ബോക്സിൽ ബോംബ് പോലും ഉണ്ടോ? ഒന്നുമില്ല സർ, എം ടി. ഞാൻ പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചു. ഡയറി മറന്നു എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി അത് മറന്നതല്ല, ഒരു കെണിയാണെന്ന്. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഡോക്ടർ പറഞ്ഞതിന് വിഭിന്നമായി അവരുടെ ഉള്ളിൽ എന്തെങ്കിലും കള്ളമോ കളങ്കമോ ഉണ്ടെങ്കിൽ അവരാരെയാണോ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് നമ്മൾ ഇറങ്ങി ആ നിമിഷം ആ ആളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. ദാറ്റ് ഇസ് ഹ്യൂമൻ സൈക്കോളജി. അതിവിടെ ഉണ്ടായി. ഡോക്ടറെ കൈയോടെ പൊക്കിയാൽ മറ്റേ തലയ്ക്കൽ സംസാരിച്ചവന് നോട്ട് നൗ. അയാളെയും കാണണം, ഡോക്ടറെ കാണണം, മറ്റു വല്ലവരുണ്ട് അവരെയും കാണണം. പക്ഷേ എല്ലാ പഴുതുകളും അടച്ചിട്ട് മതി. ബോധപൂർവമല്ല എന്ന് ഡോക്ടർ പറഞ്ഞെങ്കിലും ബോധപൂർവം തന്നെയാണ് തെറ്റിദ്ധരുത്തിയെന്ന് നമുക്ക് സംശയിക്കാം. അപ്പൊ മാണിക്കുഞ്ഞ് കൊല്ലപ്പെട്ടത് 10:30 തന്നെ, 11:15 11:30 ഇടയ്ക്കല്ല. അലക്സ് പറഞ്ഞത് സത്യമാകൂ സർ? മേ ഓർ മേ നോട്ട്. അപ്പൊ മാണിക്കുഞ്ഞ് തന്റെ ചോരപ്പാടിൽ എഴുതിയ ഈശോ ആര്? വേറെ ഈശോ ഉണ്ടോ? ആ ഈശോയും മാണിക്കുഞ്ഞും തമ്മിൽ എന്ത് ബന്ധം? തീർച്ചയായും പോലീസ് എന്ന് പറഞ്ഞതുപോലെ മാണിക്കുഞ്ഞ് ദൈവത്തെ ഓർത്ത് എഴുതിയൊന്നുമല്ല. ആണെന്ന് ഞാനും വിശ്വസിക്കുന്നില്ല. പക്ഷേ തൽക്കാലം ഈശോ ഒരു ഊരാക്കുടുക്ക് തന്നെയാണ്. സർ, കേട്ടിടത്തോളം ഈ മാണിക്കുഞ്ഞ് വലിയൊരു ഫൈനാൻസറാണ്. വളരെ വലിയ തുകകൾ വലിയ പലിശയ്ക്ക് കൊടുക്കുന്നയാൾ. അങ്ങനത്തെ കൊടുക്കൽ വാങ്ങലുകളിൽ ശത്രുക്കൾ ഉണ്ടാകുന്ന സ്വാഭാവികമാണ്. അങ്ങനെ ആരെങ്കിലും? എക്സാക്ട്ലി. ആ സാധ്യത ഒരിക്കലും തള്ളിക്കളയാനാവില്ല. പക്ഷെ അത് നമ്മൾ എങ്ങനെ അറിയും? ആരോട് ചോദിക്കും? മാണിക്കുഞ്ഞിനോട് അടുപ്പമുള്ള അയാളുടെ സ്റ്റാഫ്, സംബഡി ലൈക്ക് ദാറ്റ്. ചാക്കോ, ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളവരുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം. സർ. എടോ എത്തിയടോ വർക്കി, അവരെത്തി. ആര്? സ്വാമിയും കൂട്ടരും CBI ഇവിടെ എത്തി. ഞാനും കേട്ടു. സത്യദാസന് ഔസേപ്പച്ചനെയാ പേടി. ദേ എന്നാ വന്നാലും വാ തുറക്കരുതെന്നാ പറഞ്ഞിരിക്കുന്നത്. അവനത് അവിടെ ഇരുന്ന് പറയാം. എനിക്കാണെങ്കിൽ ആ സ്വാമിയുടെ ഫോട്ടോ കണ്ടാ മതി, അപ്പം വയറിളകാൻ തുടങ്ങും. ഔസേപ്പച്ചൻ പേടിക്കണ്ട. വളരെ ബുദ്ധിമുട്ടി വീണ്ടും ഇങ്ങോട്ട് ട്രാൻസ്ഫർ വാങ്ങിയിട്ടുണ്ട് സത്യദാസ്. എന്തിനാ? ഓ, ഔസേപ്പച്ചൻ അത് ഇഷ്ടമാവില്ലെന്നറിയാം. പക്ഷേ ഈ സമയത്ത് അവൻ ഇവിടെ ഉള്ളത് നമുക്കൊരു ബലവാ. അന്ന് ഞാൻ അവനെ എത്ര പണിപ്പെട്ടിട്ടാ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ചതെന്ന് തനിക്കറിയാവോ? സഹിക്കാഞ്ഞിട്ട്. എടോ ദേ, എവന്റെ തന്ത ഉറക്കത്തിലെങ്കിലും പാവായിരുന്നു, മോനോ ഉറക്കത്തിലും പഴയ. ദേ നോക്കിയേ, 2 കിങ്കരന്മാരുടെ ഇടയിലെ പാവപ്പെട്ട ഒരു ഔസേപ്പച്ചൻ. എവനെ സഹിക്കുന്നതിനും ഭേദം എന്റെ മരുമകൻ ജോണിക്കുട്ടിയുടെ കൂടെ ജയിലിൽ പോയി കിടക്കുന്നതാ നല്ലത്. അവനെ അറിയാഞ്ഞിട്ടല്ല, ചില സമയത്ത് വിഷവും മരുന്നാവും. ഓ, നമ്മൾ ഭയപ്പെടുന്ന വിഷയം കൂടാതെ ഞാൻ ഭയപ്പെടുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഔസേപ്പച്ചന്റെ സുഹൃത്ത് നാരായണന്റെ മരണം കൊലപാതകമാണ്, അത് CBI കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് പറഞ്ഞ് ജനകീയ സമിതിക്കാർ പോസ്റ്ററും നോട്ടീസും ഒട്ടിച്ചത് മറന്നോ? CBI എത്തിയതിന്റെ ഉദ്ദേശം അതാണെങ്കിൽ? ജനകീയ സമിതിക്കാർ തെണ്ടികള്. താനും സംശയിക്കുകയാണോ എന്നെ? എന്റെ ഭാര്യയെ പോലും ഞാൻ ഇത്രയും സ്നേഹിച്ചിട്ടില്ല. നാരായണനും ഞാനും തമ്മിലുള്ള ബന്ധം അറിയാവോ തനിക്ക്? പോയില്ലേ ഔസേപ്പച്ച? അതൊരു അപകടമരണമായിരുന്നെന്ന് നമ്മൾ മാത്രം പറഞ്ഞാൽ പോരല്ലോ. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ചട്ടവും നടപടി അറിയാവുന്ന ഒരാളുടെ സപ്പോർട്ട് നമുക്ക് അത്യാവശ്യമാണ്. അപ്പൊ സത്യദാസിനെ സഹിച്ചേ പറ്റൂ. കർത്താവേ, ആ സ്വാമി ആയിരിക്കരുതേ. ഹലോ, നോക്കട്ടെ. എടാ സണ്ണിക്കുട്ടി, സണ്ണിക്കുട്ടിയേ, ചേട്ടത്തി, സണ്ണിക്കുട്ടി എന്തി? പന്നിക്കുട്ടിയോ? ഉണ്ടായിരുന്ന ഒന്നിനെ അല്ലേ കഴിഞ്ഞ പെരുന്നാളിന് കറി വെച്ചത്. ഓ, ഈ ഔസേപ്പച്ചൻ ഒന്നും ഓർമ്മയില്ല. സണ്ണിക്കുട്ടി ചത്തു. ആ ലിസ്റ്റ് ഒന്ന് വായിച്ചേ. പൗരമുന്നണി നേതാവ് ടൈലർ മാണി, മാണിക്കുഞ്ഞിന്റെ സ്ഥാപനത്തിൽ ഒരുപാട് വർഷം ജോലി ചെയ്യുന്ന മിസ്റ്റർ അടിയോടി, സ്കൂൾ ടീച്ചർ റോസമ്മ. തൽക്കാലം ആദ്യത്തെ 2 പേരെ വിളിപ്പിക്കാം. ടൈലർ മണി, അടിയോടി. ശരി സർ. ഗണേഷ്. ഹലോ. എന്താ ഇത്ര മറവി? സോറി. ആ ഫയലിംഗ് തരാം മാഷേ. എനിക്ക് ധൃതിയുണ്ട്. ഞാൻ ധൃതിയിലാണല്ലോ നോക്കുന്നേ. എവിടം വരെ എത്തി ഇൻവെസ്റ്റിഗേഷൻ? ഇന്ന് അസ്തമയത്തിന് മുമ്പ് കള്ളനെ പിടിക്കും, ഇല്ലെങ്കിൽ സൂര്യോദയത്തിന് മുമ്പ് തീർച്ചയായിട്ടും. എന്താ കളിയാക്ക? ചോദ്യം പോലെ ഇരിക്കും. അതിങ്ങതാ ലേശം കഴിയും. അതങ്ങോട്ട് കൊടുക്കൂ. കൊടുക്കാന്നേ, വെറുതെ അതും പിടിച്ചോണ്ടിരിക്കും. താങ്ക്സ്. എന്താ ആ കുട്ടി CBIയോട് പെട്ടെന്നൊരു സിമ്പതി?
സിമ്പതിയോ? ആ, എന്ത് സിമ്പതി? ദേ ഈ സിമ്പതി സൂക്ഷിക്കണം. ഇതാ പിന്നീട് വളർന്ന് 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 പന്തല്. ഇതിന്റെ ഒരു നാവ് ഒന്നകത്ത് പോയേ.